നമസ്കാരം. നാടിൻ്റെ നാവും തരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസി. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന വാർത്ത നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ ചില അവസ്ഥകളുണ്ട്. ഇപ്പം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ലോകത്തിൽ നമ്പർ 1 ആണ്. ഭൂഗോളത്തിൽ നമ്മളാണ് മുന്നിൽ നിൽക്കുന്നത്. IT വിദ്യാഭ്യാസത്തിൽ നമ്മൾ നമ്പർ 1 ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഓരോ സ്കൂളും പരിശോധിച്ചാൽ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം സംവിധാനങ്ങളില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാറില്ല. ഇതൊന്നും പരിശോധിക്കാൻ ആളില്ല. നമ്മുടെ പള്ളിമൺ ഗവൺമെൻറ് UP സ്കൂളിൽ അവിടെ നേരത്തെ കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫലത്തിൽ അതില്ല. ഓരോ ഹെഡ് മാസ്റ്റർമാർ മാറി പോകും, പുതിയ ആൾ വരും. പിന്നെ പഴയ ഇരുന്ന ആൾ എന്ത് ചെയ്തു എന്ന് പുതിയ ആളിനെ അറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ കമ്പ്യൂട്ടറൊക്കെ ഇല്ലാതാണ് കുട്ടികളുടെ IT പഠനം മുടങ്ങിയപ്പോൾ കുറച്ച് കുട്ടികൾ MLA കാണാനായിട്ട് തീരുമാനിക്കുകയും, പക്ഷെ അതിന് സ്വാഭാവികമായിട്ട് HM-നും ഈ വിദ്യാഭ്യാസ ഓഫീസർക്കൊന്നും അങ്ങനെ കുട്ടികൾ പോയി സ്കൂളിന് പുറത്തു പോയി നിവേദനം കൊടുക്കാൻ അധികാരം അവർക്ക് പെർമിഷൻ കൊടുക്കാതെ. പക്ഷെ അവരതുകൊണ്ട് രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് അവധി അപേക്ഷ കൊടുത്ത് കുട്ടികളെ അവധിയാക്കി. അങ്ങനെ കുട്ടികളും രക്ഷകർത്താക്കളും കുട്ടികളുടെ നിവേദക സംഘം MLA ഓഫീസിൽ പോയി കാണുന്നു. കമ്പ്യൂട്ടർ ഇല്ലെന്ന് പറയുന്നു. അതിൻ്റെ കൂടെ കളി ഉപകരണങ്ങളില്ലെന്ന് പറയുന്നു. പക്ഷെ 2 മാസം മുമ്പാണ് ഈ സംഭവം. പക്ഷേ കൃത്യമായിട്ട് കുട്ടി ഇതുപോലൊരു നിവേദക സംഘം അത്യപൂർവമാണല്ലോ, സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല. അങ്ങനെ ചെന്നപ്പോൾ തന്നെ അദ്ദേഹം അവരുടെ ആവശ്യങ്ങളെല്ലാം പറയും, സഹായിക്കാമെന്ന് പറയും. അത് ഇന്നലെ അതിൻ്റെ ഒരു കളി ഉപകരണങ്ങൾ കൊടുക്കുന്ന ഒരു ഉദ്ഘാടനം, അതിൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഇനി വന്നാലും ഇപ്പോൾ അടുത്ത അധ്യയന വർഷം വരെ തുടങ്ങാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. അത് മാത്രമല്ല കുട്ടികളുടെ ഇനിഷ്യേറ്റീവാണ് എനിക്ക് അതിനകത്ത് ഒന്നാമത്തെ തോന്നിയത്. രക്ഷകർത്താക്കളും അതിനോടൊപ്പം നിന്ന് അവർക്ക് നല്ല നമസ്കാരം. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. നാളെ ഫെബ്രുവരി 26 മനോഹരമായ കഥ പറച്ചിൽ ദിനം, നാഷണൽ ടെൽ എ ഫെയറി ടെയിൽ ഡേ. കുവൈറ്റ് ദേശീയ വിമോചന ദിനമാണ്. ബെൻസ് കാർ രൂപകൽപ്പന ചെയ്ത ജർമ്മൻ എഞ്ചിനീയർ ബെൻസ് കാർ ജന്മദിനം. ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിച്ച സെൻഡോർ റോക്കറ്റ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചു. 1969 ഇത്. വേൾഡ് വൈഡ് വെബ് എന്ന ആദ്യ വെബ് സബ് ബ്രൗസർ ടിം ബെർണേഴ്സ്-ലീ പുറത്തിറക്കി. പിന്നീട് അതിനെ നെക്സസ് എന്ന് പുനർനാമകരണം ചെയ്തു. കഥകൾ മാനവരാശിയുടെ കൂടപ്പിറപ്പാണ്. അത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നു. കഥകൾക്ക് മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാനുള്ള അപാര ശക്തിവിശേഷമുണ്ട്. ഇന്ന് ലോകത്താകെയുള്ള കുട്ടികൾക്ക് കഥകളുടെ അത്ഭുത ലോകം നഷ്ടപ്പെടുന്നുവെന്ന് ആശങ്കപ്പെടുന്ന കാലമാണ്. കുട്ടികളെ കാർട്ടൂണുകൾക്കും വീഡിയോ ഗെയിമുകൾക്കും അടിമകളാക്കുന്ന വളർത്തു സാഹചര്യങ്ങളാണ് കേരളത്തിൽ പോലും കാണുന്നത്. അക്രമങ്ങളും ഭീകരതയും കുഞ്ഞു മനസ്സിലേക്ക് കുത്തിനിറയ്ക്കുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളും വീഡിയോ ഗെയിമുകളും കുട്ടികളെ സാമൂഹ്യ വിരുദ്ധരാക്കുമെന്ന് നിരവധി പഠനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. തലമുറകൾ ചൊല്ലിക്കേൽപ്പിച്ച, തലമുറകളായി ചൊല്ലിക്കേട്ടിരുന്ന മഹത്തായ കഥകളെ കുറിച്ചോർക്കാനും അത്തരം കഥകൾ ചൊല്ലാനും കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കാനും ഈ ദിവസം നമുക്ക് ഉപയോഗിക്കാം. കടമറ്റത്ത് കത്തനാരും കള്ളിയങ്കാട്ട് നീലിയും പോലെയുള്ള യക്ഷിക്കഥകളും മലയാളത്തിൽ തലമുറ കൈമാറി എത്തിയിട്ടുണ്ട്. നാഷണൽ ടെൽ എ ഫെയറി ടെയിൽ ഡേ എന്നത് പഴയതും പുതിയതുമായ കെട്ടുകഥകളും കഥകളും കണ്ടെത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ദിവസമാണ് ഫെബ്രുവരി 26. കഥകൾ മുതൽ നഗര ഇതിഹാസങ്ങൾ വരെ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഇരുണ്ട മൂലകളിൽ ഉറക്കത്തിലാണ്. അവരെ ഉണർത്താനുള്ള ദിവസമാണിത്. നാഷണൽ ടെൽ എ ഫെയറി ടെയിൽ ഡേയുടെ ചരിത്രത്തിലേക്ക് പോകാം. മാന്ത്രികവും പാരതന്ത്രികവുമായ കഥകൾ പങ്കിടുന്നത് കാലത്തോളം പഴക്കമുള്ള ഒരു കഥയാണ്. ഫെയറി ടെയിൽ എന്ന പദം 1697 മാഡം ഡി ഓൾനോയ് അവരുടെ മാതൃഭാഷയായ ഫ്രഞ്ചിൽ കോണ്ടേ ഡി ഫീസ് എന്ന് പറയും ഉപയോഗിച്ചതാണെങ്കിലും ചില യക്ഷിക്കഥകൾ 6000 വർഷങ്ങൾക്ക് മുമ്പ് വെങ്കലയുഗത്തിൽ തന്നെ ഉത്ഭവിച്ചതാകാനാണ് സാധ്യത. ചരിത്രത്തിന്റെ ഭൂരിഭാഗവും യക്ഷിക്കഥകൾ പുസ്തക രൂപത്തിലല്ല, ചൊല്ലുകളുടെ പാരമ്പര്യത്തിലൂടെയാണ് കൈമാറുന്നത്. ഓരോ തലമുറയും അടുത്തതിലേക്ക് കഥകൾ പറയുകയും നാടകമാക്കുകയും ചെയ്യുന്നു. യക്ഷിക്കഥയുടെ പുരാതന വേരുകൾ ലോകമെമ്പാടും കണ്ടെത്താൻ കഴിയും. ഇന്ത്യയിലെ വിക്രം ബേതാൽ, പുരാതന ഗ്രീസിലെ ഈസോപ്പിന്റെ കെട്ടുകഥകൾ മുതൽ മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാത്രികൾ വരെ 17 മുതൽ 19 വരെ നൂറ്റാണ്ടുകളുടെ അവസാനത്തിലാണ് ചാൾസ് പെറോൾട്ടും ബ്രദേഴ്സ് ഗ്രിമ്മും യക്ഷിക്കഥകൾ ശേഖരിക്കുന്നത്. ഗ്രിം സഹോദരന്മാർ നാടോടി കഥകളെ അവയുടെ ശുദ്ധ രൂപത്തിൽ സൂക്ഷിക്കാനും എഴുതാനും വായിക്കാനും അറിയാത്ത ഗ്രാമീണ കർഷകർ പറയുന്ന രീതിയിൽ രേഖപ്പെടുത്താൻ ലക്ഷ്യമിട്ടപ്പോൾ പെറോൾട്ടും മറ്റുള്ളവരും ഹാൻ ക്രിസ്റ്റ്യൻ ആൻഡേഴ്സനെ പോലുള്ള ചില എഴുത്തുകാരുമായി ചേർന്ന് സാഹിത്യപരവും കലാപരവുമായ ഫലത്തിനായി യക്ഷിക്കഥകൾ പുനർനിർമ്മിച്ചു.
അവരുടെ സ്വന്തം പുതിയ കഥകൾ എഴുതി. യക്ഷിക്കഥയുടെ ചരിത്രം ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ ഈ വിഭാഗം ഇപ്പോഴും എന്നത്തെയും പോലെ ജനപ്രിയമാണെന്ന് വ്യക്തമാണ്. ഈ കഥകൾ നമ്മുടെ ഹൃദയങ്ങളെയും ഭാവനകളെയും എങ്ങനെ പിടിച്ചെടുക്കുന്നു എന്നറിയാൻ ഡിസ്നി സിനിമകളുടെ വിജയം മാത്രം മതി. വാസ്തവത്തിൽ പ്രശസ്തമായ ഡിസ്നി കാസിൽ ജർമ്മനിയിലെ ന്യൂഷാൻസെറ്റിൽ കാസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഇത് നിർമ്മിച്ചത് മറ്റാരുമല്ല, ബവേറിയയിലെ യക്ഷിക്കഥ രാജാവ് എന്നറിയപ്പെടുന്ന ലുഡിക് മാർച്ചെങ്കോനിങ് തന്നെ. പാറക്കെട്ടുകളുള്ള ഒരു കുന്നിൻ മുകളിൽ കൂരവണ്ടി സവാരികൾ കൊണ്ട് മുൻവാതിലിലേക്ക് കയറുന്നു. ന്യൂഷാൻസ്റ്റൈനും അതിന്റെ വിപുലമായ ഇന്റീരിയറും പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും നിറഞ്ഞിരിക്കുന്നു. കോട്ട ഒരു കൃത്രിമ ഗോട്ടയുടെ ഭവനം പോലും. നാഷണൽ ടെല്ലെ ഫെയറി ടെൽ ഡേ ആഘോഷിക്കുന്നതിലൂടെ യക്ഷിക്കഥകൾ ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ടെല്ലെ ഫെയറി ടെൽ ഡേ എപ്പോഴാണ് തുടങ്ങിയത് എന്നത് അവ്യക്തമാണ്. എന്നാൽ യക്ഷിക്കഥകൾ എന്ന ആശയത്തിലേക്ക് കടക്കുമ്പോൾ അത് BC 6-ാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ള പ്രശസ്തമായ പാശ്ചാത്യരിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഇതിലൂടെ 600-ലധികം ചെറുകഥകൾ സൃഷ്ടിച്ച പുരാതന ഗ്രീസിലെ അടിമ കഥാകൃത്ത് ഈസോപ്പിന് നമുക്ക് ക്രെഡിറ്റ് നൽകാം. ധാർമ്മികത പറയുന്ന കഥകൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ഇന്നത്തെ കാലത്തും യക്ഷിക്കഥകളുടെ ഉത്ഭവം ലോകത്തിലെ പ്രധാന അജ്ഞാത തത്വങ്ങൾ ഒന്നാണെന്നറിയുന്നത് രസകരമാണ്. യക്ഷിക്കഥകൾ മുമ്പ് മനസ്സിലാക്കിയതിനേക്കാളും വളരെ പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നു. യക്ഷിക്കഥകളുടെ ചില പതിപ്പുകൾ സൂക്ഷിക്കുന്നത് അവ ക്ലാസിക്കൽ മിത്തോളജിയെക്കാളും ഗ്രീക്ക് ലാറ്റിൻ ഗ്രന്ഥങ്ങളിലെ ഉള്ളടക്കത്തെക്കാളും വളരെ പഴയതാണെന്നാണ്. ഇംഗ്ലീഷിന്റെയോ ഫ്രഞ്ചിന്റെയോ അസ്തിത്വത്തിന് മുമ്പേ തന്നെ അവ ഉടലെടുത്തിരുന്നു. ലോകമെമ്പാടുമുള്ള യക്ഷിക്കഥകൾ വായിച്ചും പറഞ്ഞും കേട്ടും ഈ സംഭവത്തെ അനുസ്മരിപ്പിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു അനൗദ്യോഗിക ദിനമായി ടെല്ലെ ഫെയറി ടെൽ ദിനം മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് യക്ഷിക്കഥകൾ പ്രധാനമായി നമുക്ക് മാറാൻ കാരണം? ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, നിങ്ങളുടെ കുട്ടികൾ ബുദ്ധിയുള്ളവരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് യക്ഷിക്കഥകൾ വായിക്കാൻ നൽകുക. അവർ കൂടുതൽ ബുദ്ധിയുള്ളവരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് കൂടുതൽ യക്ഷിക്കഥകൾ വായിക്കാൻ നൽകുക. ലോക പ്രശസ്തനായ ഒരു സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനിൽ നിന്ന് യക്ഷിക്കഥകൾക്ക് ഇത്രയധികം പ്രശംസ ലഭിക്കുമ്പോൾ അത് മനുഷ്യരിൽ ഉണ്ടാകുന്ന ഗുണകരമായ മാറ്റത്തെയാണ് വ്യക്തമാക്കുന്നത്. ഐൻസ്റ്റീൻ ഭാവനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് പഠിക്കുകയും സർഗാത്മകതയ്ക്കുള്ള നമ്മുടെ കഴിവ് വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ യക്ഷിക്കഥകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും അവിശ്വസനീയമായ വിധം വിലപ്പെട്ടതാണ്. യക്ഷിക്കഥകളെ മനഃശാസ്ത്രജ്ഞർ ഫലഭൂയിഷ്ഠമായ മണ്ണായി കണക്കാക്കുന്നു. അവയുടെ വളവുകളും തിരിവുകളും പഴക്കമുള്ള തീമുകളും പരിചിതമായ കഥാപാത്രങ്ങളും ഉപയോഗിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കഥകൾ നമ്മുടെ വ്യക്തിപരമായ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ മാത്രമല്ല നമ്മുടെ കൂട്ടായ മനസ്സിന്റെ അടിസ്ഥാന ഘടകങ്ങളെയും മെച്ചപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയാവുന്നതും ഇഷ്ടപ്പെടുന്നതുമായ കഥകൾ പങ്കിടുന്നതിനൊപ്പം സർഗാത്മകത നേടുന്നതിനും നിങ്ങളുടെ എഴുതാനുള്ള കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മികച്ച വിഭാഗമാണ് യക്ഷിക്കഥകൾ. അറിയപ്പെടുന്ന ഒരു സ്റ്റോറി എടുത്ത് മറ്റൊരു കാലവും പശ്ചാത്തലവും ഉപയോഗിച്ച് പുനരാവിഷ്കരിക്കുക. ഇതൊരിക്കൽ എന്നതിൽ തുടങ്ങാം, പക്ഷേ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ, അതായത് സന്തോഷകരമായ ഒരു അന്ത്യമുണ്ടോ എന്നത് പൂർണ്ണമായും നിങ്ങളുടെ താല്പര്യമാണ്. പല ഗ്രന്ഥശാലകളും സാഹിത്യ സംഘടനകളും കഥകളും സർഗാത്മക വിഭവങ്ങളും പങ്കിടുകയും ഈ അവസരത്തെ അടയാളപ്പെടുത്താൻ സഹായിക്കുന്നതിന് ഇവന്റുകൾ നടത്തുകയും ചെയ്യും. എഴുത്ത് നിങ്ങളുടെ കാര്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ യക്ഷിക്കഥകളെ അടിസ്ഥാനമാക്കിയുള്ള ധാരാളം സിനിമകളും പ്രോഗ്രാമുകളുമുണ്ട്. ഡിസ്നി സ്നോ വൈറ്റ് ആൻഡ് ദ സെവൻ ഡ്രോവേഴ്സ്, സിൻഡ്രല്ല, ദ ലിറ്റിൽ മെർമെയ്ഡ് എന്നിവ മാധ്യമ ഭീമന്റെ അഡാപ്റ്റേഷനുകളിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അതേസമയം സിനിമകളും TV സീരീസുകളുമായ ഇൻഡോ ദ വുഡ്സ്, ടെൽ മി എ സ്റ്റോറി എന്നിവ പുതിയ പ്രേക്ഷകർക്കായി വിവിധ ക്ലാസിക് യക്ഷിക്കഥകൾ പരസ്പരം ഇഴചേർത്ത് വീണ്ടും അവതരിപ്പിക്കുന്നവയുമാണ്. ലോകത്തിലെ രാക്ഷസന്മാരിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മളിലെ കുട്ടിയെ പുറത്തെടുക്കാനും സന്തോഷകരമായ ഒരു ദിവസം ആസ്വദിക്കാനുമുള്ള മനോഹരമായ അവസരമാണിത്. നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ യക്ഷിക്കഥകൾ പരിചയപ്പെടുകയും അതിലെ യുക്തികൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളവരാണ്. യക്ഷിക്കഥകൾ, യക്ഷികൾ, ഗ്ലോബിനുകൾ, ട്രോളന്മാർ, മന്ത്രവാദികൾ, സംസാരിക്കുന്ന മൃഗങ്ങൾ, ചലിക്കുന്ന നിർജീവ വസ്തുക്കൾ, യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട പ്ലോട്ടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന നായകന്മാരുടെയും വില്ലന്മാരുടെയും ആകർഷകമായ നാടോടി കഥകളും സന്തോഷകരമായ അവസാനങ്ങളും ചിത്രീകരിക്കുന്നു. ഈ സന്തോഷകരമായ ആഘോഷത്തിന്റെ ഭാഗമാകാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഈ ദിവസത്തിൽ നിങ്ങൾക്കും ഒരു കഥ പറയാം, അല്ലെങ്കിൽ ഒരു കഥ കേൾക്കാം. അതൊരു യക്ഷിക്കഥ തന്നെ ആവട്ടെ. കല്യങ്കാട്ട് നീലിയോ ചുടല യക്ഷിയോ മാടനോ മരതയോ എന്തുമാകട്ടെ. കുട്ടി സംഘം ഹാപ്പി, പന്തെറിഞ്ഞ് MLA.
സ്കൂളിൽ നിന്ന് അവധിയെടുത്ത് തങ്ങളുടെ പരാധീനതകൾ പറയാൻ MLA ഓഫീസിലെത്തിയ കുട്ടി നിവേദക സംഘം ഹാപ്പിയായി. കുട്ടികൾക്ക് പന്തെറിഞ്ഞു കൊടുത്ത് MLAയും ഡബിൾ ഹാപ്പി. വെള്ളിമൺ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെ IT വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളും കളി ഉപകരണങ്ങളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 2 മാസം മുമ്പ് സ്കൂളിലെ PC വിശ്വനാഥ് MLAയുടെ ഓഫീസിലെത്തി നേരിട്ട് നിവേദനം നൽകിയിരുന്നു. തുടർന്ന് ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും വാങ്ങാൻ 3,28,200 രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. സ്കൂളിൽ കളിക്കാനാവശ്യമായ സ്പോർട്സ് ഉപകരണങ്ങളില്ലെന്ന പരാതിക്ക് പരിഹാരമായാണ് കുണ്ട്രയിലെ ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ സഹകരണത്തോടെ ഈ സ്കൂളിലേക്ക് സ്പോർട്സ് കിറ്റും എത്തിച്ചത്. ചിന്നൂസ് മാനേജിംഗ് പാർട്ണർ ചിങ്കുമിയാൻദാദും MLAയും ചേർന്ന് വിദ്യാർത്ഥികൾ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം സ്റ്റാലിൻ സിറിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് PM സാജൻ, HM അനിൽകുമാർ, രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. ഭിന്നശേഷി മിടുക്കിന്റെ പര്യായം PC വിശ്വനാഥ് MLA. ഭിന്നശേഷിക്കാർ വിവിധതരം കഴിവുകളുടെ മികവോടെ പ്രകടിപ്പിക്കുന്നവരാണെന്ന് PC വിശ്വനാഥ് MLA. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം സർഗലയം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പ്രസിഡന്റ് ജയദേവ് മോഹൻ അധ്യക്ഷത വഹിച്ചു. മുകേഷ് MLA ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് B ദിനേശ്, കുണ്ട്ര പഞ്ചായത്ത് പ്രസിഡന്റ് ജിനി തോമസ്, പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ, തൃക്കടവ പഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ, S അരീന, M അനിൽകുമാർ, ഉഷാദേവി, IM വിജീന്ദ്രലേഖ, S ശ്യാം, അഡ്വക്കേറ്റ് അരുൺ അലക്സ്, ബെറ്റ്സി റോയ്, മതപ്രിൻസിപ്പൽ O ഷീലാകുമാരി, B ബിന്ദു, മുഹമ്മദ് ജാഫി, ജോർജ് അലോഷ്യസ്, ഡോക്ടർ ടിൻസി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഞാൻ എന്തായാലും എത്തിക്കൊള്ളാം എന്ന് പ്രസിഡന്റിന് ഉറപ്പ് നൽകിയത്. ചുറ്റുമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പല മേഖലകളിലും സംസ്ഥാനത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അംഗീകാരങ്ങൾ കിട്ടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. ഭിന്നശേഷി കുട്ടികളുടെ മേഖലയിലും ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുവാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ ഈ ഭിന്നശേഷി കുട്ടികളെ വേറൊരു തലത്തിൽ പേരുകളൊക്കെയായിട്ട് പറയുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന തന്നെ ആ കാര്യത്തിൽ ഡിഫറെൻറ്റ് എന്താണ് ആദ്യം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിരുന്നു, അത് മാറ്റി പിന്നെയാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന നിലയിലേക്ക് ഈ പേര് നിർദ്ദേശിക്കുമ്പോൾ കേവലമായ ഒരു പേര് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ള കുട്ടികളാണ്. അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോരായ്മയുണ്ട്. നമ്മൾ നമ്മളെ പരിശോധിക്കാത്തതാണ്. നമുക്ക് എത്രയെല്ലാം സ്ഥലത്ത് പോരായ്മയുണ്ട്. നമ്മളെല്ലാം ധൈര്യവരാണെന്ന് നടക്കുന്നില്ല.
നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു പരിശോധന നടത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാവുകയുള്ളൂ. ഈ യേശുദാസിന്റെ ഹിന്ദി പാട്ടുകൾ മുഴുവൻ സംഗീതം ചെയ്തിട്ടുള്ളത് രവീന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായകനാണ്. യേശുദാസിന്റെ ഒട്ടുമിക്ക ഹിന്ദി പാട്ടുകളും രവീന്ദ്ര ജെയിൻ എഴുതി രവീന്ദ്ര ജെയിൻ സംഗീതം ചെയ്തതാണ്. ഈ രവീന്ദ്ര ജെയിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, ഗാനരചയിതാവ്, അത് ജന്മന കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളായിരുന്നു. അത് കണ്ടിട്ടേ ഇല്ല. ഒന്നും ജനിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന് കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പാട്ടുകൾ എഴുതുമ്പോൾ പ്രകൃതിയെ വർണ്ണിക്കുകയാണ്. പ്രകൃതിയുടെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അദ്ദേഹം വർണ്ണിക്കുകയാണ്. അപ്പോൾ കണ്ണുണ്ടായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയുന്നതിനപ്പുറം കാഴ്ചശേഷി ഇല്ലാത്ത രവീന്ദ്ര ജെയിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ പാട്ടിൻ്റെ ആരാധകരുണ്ട്. ഈ പാട്ടൊക്കെ എഴുതിയത് രവീന്ദ്ര ജെയിനാണ്. അപ്പൊ ഗോരിയുടെ എന്ന് പറഞ്ഞത് ഈ ഗോരിയുടെ ഗ്രാമത്തെ കുറിച്ച് വർണ്ണിക്കുന്ന രവീന്ദ്ര ജെയിൻ ഗ്രാമത്തിന്റെ ഒന്നും തന്നെ നദി കണ്ടിട്ടില്ല, മരങ്ങൾ കണ്ടിട്ടില്ല, കിളികളെ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം എഴുതുകയാണ്. അപ്പൊ അത് ഒരു ഇന്റർവ്യൂവിൽ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതാൻ കഴിയുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ കണ്ണുകൊണ്ട് മാത്രം കാണുന്നത് ഞങ്ങൾ ചെവി കൊണ്ട് കാണും, മറ്റു പല ഇന്ദ്രിയങ്ങൾ കൊണ്ടും അതിനനുഭവിക്കും. അപ്പൊ അത്ര സൂക്ഷ്മമായിട്ടാണ് അവർ കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭിന്നശേഷി എന്ന് പറയുന്നത് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പേര് മാറ്റമല്ല. ശരിക്കും ഈ കുട്ടികൾ ഭിന്നശേഷി ഉള്ളവരാണ്, നമ്മളെക്കാൾ കഴിവുള്ളവരാണ്. അപ്പൊ ആ നിലയിൽ തന്നെ നമ്മൾ അവരെ സമീപിക്കുകയും അവരെ പരിചരിക്കുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യണം. തീർച്ചയായും ഇവിടെ വരാൻ കഴിയുമ്പോൾ ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ എല്ലാവരിലേക്ക് കൊള്ളാം എന്ന പ്രസിഡന്റിന് ഉറപ്പ് നൽകിയത്. ചുറ്റുമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പല മേഖലകളിലും സംസ്ഥാനത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, അംഗീകാരങ്ങൾ കിട്ടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. ഭിന്നശേഷി കുട്ടികളുടെ മേഖലയിലും ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഞാൻ ഈ അവസരത്തിന് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുവാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ ഈ ഭിന്നശേഷി കുട്ടികളെ വേറൊരു തലത്തിൽ പേരുകളൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന തന്നെ ആ കാര്യത്തിൽ ഡിഫറെൻറ്റ് എന്താണ്, ആദ്യം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിരുന്നു, അത് മാറ്റി പിന്നെയാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന നിലയിലേക്ക് ഈ പേര് നിർദ്ദേശിക്കുമ്പോൾ കേവലമായൊരു പേര് മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ള കുട്ടികളാണ്. അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോരായ്മയുണ്ട്. നമ്മളെ പരിശോധിക്കാത്തതാണ്. നമുക്ക് എത്രയെല്ലാം സ്ഥലത്ത് പോരായ്മയുണ്ട്. നമ്മളെല്ലാം ധൈര്യവരാണെന്ന് നടക്കുന്നെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു പരിശോധന നടത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാവുകയുള്ളൂ. ഈ യേശുദാസിന്റെ ഹിന്ദി പാട്ടുകൾ മുഴുവൻ സംഗീതം ചെയ്തിട്ടുള്ളത് രവീന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായകനാണ്. യേശുദാസിന്റെ ഒട്ടുമിക്ക ഹിന്ദി പാട്ടുകളും രവീന്ദ്ര ജെയിൻ എഴുതി രവീന്ദ്ര ജെയിൻ സംഗീതം ചെയ്തതാണ്. ഈ രവീന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, ഗാനരചയിതാവ്, അത് ജന്മന കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളായിരുന്നു. അത് കണ്ടിട്ടേ ഇല്ല. ഒന്നും ജനിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന് കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പാട്ടുകൾ എഴുതുമ്പോൾ പ്രകൃതിയെ വർണ്ണിക്കുകയാണ്. പ്രകൃതിയുടെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അദ്ദേഹം വർണ്ണിക്കുകയാണ്. അപ്പോൾ കണ്ണുണ്ടായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയുന്നതിനപ്പുറം കാഴ്ചശേഷി ഇല്ലാത്ത രവീന്ദ്ര ജെയിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ പാട്ടിൻ്റെ ആരാധകരുണ്ട്. ഈ പാട്ടൊക്കെ എഴുതിയത് രവീന്ദ്ര ജെയിനാണ്. അപ്പൊ ഗോരിയുടെ
എന്ന് പറഞ്ഞത് ഈ ഗൗരിയുടെ ഗ്രാമത്തെ കുറിച്ച് വർണ്ണിക്കുന്ന രവീന്ദ്രജി ഗ്രാമത്തിന്റെ ഒന്നും കണ്ട് നദി കണ്ടിട്ടില്ല, മരങ്ങൾ കണ്ടിട്ടില്ല, കിളികളെ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം എഴുതുകയാണ്. അപ്പൊ അത് ഒരു ഇന്റർവ്യൂവിൽ ഒരു മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ കണ്ണുകൊണ്ട് മാത്രം കാണുന്നത് ഞങ്ങൾ ചെവി കൊണ്ട് കാണും, മറ്റു പല ഇന്ദ്രിയങ്ങൾ കൊണ്ടും അതിനെ അനുഭവിക്കും. അപ്പൊ അത്ര സൂക്ഷ്മമായിട്ടാണ് അവർ കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭിന്നശേഷി എന്ന് പറയുന്നത് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പേര് മാറ്റമല്ല. ശരിക്കും ഈ കുട്ടികൾ ഭിന്നശേഷി ഉള്ളവരാണ്. രണ്ട് വരി പാടിയിട്ട് ഞാൻ എൻ്റെ പ്രശ്നം അവസാനിക്കും. അതൊരു പഴയ പാട്ട്. പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. ഗോപുരം നീലേ ആയിരം ദീപം ഉരുകി ഉരുകി മെഴുകു വിരികൾ ചാർത്തി മധുര മൊഴിയ കിളികൾ അതിനെ വാഴ്ത്തി മെല്ലെ ഞാനും പാടുന്നു നീ എൻ സർഗസൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ. നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ പാടുവാൻ നീ കീർത്തനം വീണ നീ എന്നും സത്യസൗന്ദര്യമേ, നീ എന്നും സത്യസംഗീതമേ. താങ്ക് യു. ലൈറ്റ് വന്നപ്പോൾ നല്ല സുന്ദരികളായ, നമ്മൾ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ തരത്തിലുള്ള സുന്ദരികളായ പെൺകുട്ടികൾ ഇങ്ങനെ അടിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഒരു 15-18 പേരുണ്ട്. ഇങ്ങനെ ഒരു നൃത്തത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിടിലം പരിപാടിയിൽ സാധാരണ വരുന്നതാണ്. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലമായിരിക്കും. നമ്മൾ കാണുമ്പോൾ അത്ഭുതപ്പെടണം, ഇതെങ്ങനെ സാധിക്കുന്നു. അപ്പൊ ആ തരത്തിലുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു ഗ്രൂപ്പ് ഡാൻസ്, കുറച്ച് പെൺകുട്ടികൾ വന്ന ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണയാകുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, ഇത് മലപ്പുറത്തിനപ്പുറത്തുള്ള ഒരു ഭിന്നശേഷി സ്കൂളിൽ നിന്ന് വരികയാണ്. ഈ കുട്ടികൾക്ക് ചെവി കേൾക്കാനും കഴിയില്ല, പറയാൻ സംസാരിക്കാനും കഴിയില്ല. ഡഫ് ആൻഡ് ഡംബാണ്. ഞാനൊന്നും കേട്ടിപ്പോയി. ഡഫ് ആൻഡ് ഡംബ് ഒരു ഗ്രൂപ്പ് സോങ് അല്ല ഗ്രൂപ്പ് ഡാൻസ്, പാട്ട് കേട്ടാലല്ലേ ഇവർക്ക് നൃത്തം ചെയ്യാനൊക്കെ. ആ താളവും ആ ശ്രുതിയും എല്ലാം അറിഞ്ഞെങ്കിലല്ലേ സാധാരണ ഒരാൾക്ക് നൃത്തം ചെയ്യാനൊക്കെ. ഇവരെങ്ങനെയായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്? പക്ഷേ പ്രോഗ്രാം തുടങ്ങി ഞങ്ങളെ എല്ലാവരെയും ഈ രോമാഞ്ചമണിയുക എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ സ്റ്റേജിനെ കുറച്ച് മാറി എന്നിട്ട് അവരുടെ ഡാൻസ് മാസ്റ്റർ അദ്ദേഹത്തെ നോക്കിയാണ് ഈ 18 കുട്ടികളും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ ആ ഭാഷകൾ അനുസരിച്ച് എല്ലാം തികഞ്ഞ ഒരു ഡാൻസ്, അത്രയും കൊല്ലമായിട്ട് ഡാൻസ് അഭ്യസിക്കുന്ന ഒരു കുട്ടി ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഇവർ ചെയ്തു. ഞങ്ങളെല്ലാം എഴുതിയിട്ട് കൈയടിച്ചു. ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണഗതി കൂടുതൽ പ്രിവിലേജസും പരിഗണനയും കൊടുത്ത് അവരുടെ എന്താണോ അവരുടെ ടാലൻസ് അത് ഈ നാടിനും ഈ രാജ്യത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്തുക. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. അനുമോദനവും സൈക്കിൾ വിതരണം
സ്നേഹഗ്രാമം ചാരിറ്റബിൾ സംഘടനയുടെയും സജി ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ 10 വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ കോഴ്സ് ബാംഗ്ലൂർ ക്യാപ്റ്റൻ സോഷ്യൽ ഫൗണ്ടേഷൻ എന്ന സംഘടനകളുടെ സഹകരണത്തോടെയാണ് സൈക്കിൾ നൽകി. കായിക കലയിൽ മികവ് തെളിയിച്ചവർക്ക് പുരസ്കാരങ്ങളും നൽകി. സെൽഫി പോയിന്റിൽ നടന്ന ചടങ്ങിൽ സജി ഫൗണ്ടേഷൻ സ്ഥാപകൻ എ ഹെൻറി ഫ്ലാഗ് ഓഫ് ചെയ്തു. സജി ഫൗണ്ടേഷൻ ചെയർമാൻ ജാഫി മജീദ് അധ്യക്ഷത വഹിച്ചു. എ ബാബു, കെ പ്രതാപൻ, ഹിഷാം ഗാലക്സി, സുബ്രഹ്മണ്യൻ, ഗോപകുമാർ, ഇൻസാഫ് എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ഒന്നിക്കാം. ചെറുമൂട് ഗ്രന്ഥകരളിയിലെ ഇവരുടെ നേതൃത്വത്തിൽ കുണ്ടറ ജനജാഗ്രതാ സമിതിയും ഗ്രന്ഥകരളി വിമുക്തി ക്ലബ്ബും യുവജന കമ്മീഷനും സംയുക്തമായി നടത്തിയ ബോധവൽക്കരണ ക്ലാസ് കുണ്ടറ SI അംബരീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് R രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ R ഷംനാർ, നേതൃത്വ സമിതി കൺവീനർ TK അഭിലാഷ്, ശിവൻ വേളിക്കാട്, B മോഹനേന്ദ്രൻപിള്ള, പ്രസന്ന പിള്ള, MR ജ്യോതിഷ് കുമാർ, പ്രസന്നകുമാർ, സുവർണ, G ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. എക്സൈസ് സിവിൽ ഓഫീസർ സോണി J സോമൻ ക്ലാസ് എടുത്തു. അനുമോദിച്ചു. ആഗോള ഭക്ഷ്യ നിരീക്ഷണ പരിപാടിയായ ഗ്രേറ്റ് ബെക്കാഴ്സ് ബോൾ കൗണ്ടിംഗ് ഇന്ത്യ 2ാമതും രാജ്യത്ത് കേരളം 1ാമതും എത്തിയതിന് നിർണായക നേതൃത്വം വഹിച്ച മാമൂട് ചുഴുവഞ്ചിറ ജമാഅത്ത് അംഗം അസ്ഹർ മുഹമ്മദിന് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുണ്ടറ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് നൽകി. ചുഴുവഞ്ചിറ ജമാഅത്ത് പള്ളി ചീഫ് ഇമാം മുഹമ്മദ് ഷാഫി ബഖാവി അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് A വാഹിദ് അസ്കർ മുഹമ്മദിന് മൊമന്റോ നൽകി അനുമോദിച്ചു. ജനറൽ സെക്രട്ടറി കുണ്ടറ നിസാം, മക്ക ജില്ലാ സെക്രട്ടറി JM
നാസറുദ്ദീൻ, ജമാഅത്ത് പ്രസിഡന്റ് TF ഷൈരാജ്, സെക്രട്ടറി നൗഫൽ മാമൂഡ്, കവറുദ്ദീൻ, കേരളപുരം PKP അലിയാർ മൗലവി, ഷെഫീഖ് മുസലിയാർ, ഇളമ്പള്ളൂർ, അബ്ദുൾ റഹീം മാമൂഡ്, വഹാബ്, അസ്കർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ്. അതിജീവനത്തിനായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളപുരം മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി. സമാപന സമ്മേളനം B. ജ്യോതിർനിവാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് M. ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ബിന്ദു ജയരാജ്, സലാഹുദ്ദീൻ B, പത്മകുമാർ, ആശാ രാജീവ്, പത്മലോചനൻ, ദിൽഷാദ്, Y. ഷാജഹാൻ, മണികണ്ഠൻ പിള്ള, ഷാജി കുണ്ടറ, രാജു കല്ലമുള്ള, വെട്ടിലിൽ സന്തോഷ്, അനിൽകുമാർ, കുഴിയം അനിൽകുമാർ, നിസാമുദ്ദീൻ, നവാസ്, രാധാകൃഷ്ണൻ, നൌഷർ, സന്തോഷ്, സുരേഷ് നാട്ടുവാതുക്കൽ, അജയകുമാർ നാട്ടുവാതുക്കൽ, നളൻ എന്നിവർ പങ്കെടുത്തു. കൊറ്റങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി രഘു പാണ്ഡവപുരം ഉദ്ഘാടനം ചെയ്തു. കുമാർജി, ഷറഫ് കുണ്ടറ, ഇന്ദിര, ദിലീപ്, മുരളീധരൻ പിള്ള, ഗീത, അവിനാഷ് തോട്ടത്തിൽ, ബിജു ഖാൻ, ഷിഹാബ് കോട്ടായിക്കോണം, ഹാറൂൺ, ഷഹനാസ്, തോപ്പിൽ നിസാർ, അൻസർ ഷംനാദ്, സഖീർ ഹുസൈൻ, മായ, ശശികല സതീശൻ, സിനി, ഷിഹാബുദ്ദീൻ, ആൻസിൻ എന്നിവർ സംസാരിച്ചു. പെരിനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുമൂട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പന്തംകൊളുത്തി പ്രകടനം വില്ലേജ് ജംഗ്ഷനിൽ സമാപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ, മണ്ഡലം പ്രസിഡന്റ് ജോൺകുമാർ, പഞ്ചായത്ത് അംഗം പ്രസന്ന പയസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വീണ ജെയിംസ്, ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആശാലത, അശ്വതി സുശീലൻ, ലീന രവീന്ദ്രൻ, ശിവശങ്കരപിള്ള, സുരേഷ് കുമാർ, സുരേഷ് ചാമപിള്ള, രമണൻപിള്ള, രാധാകൃഷ്ണൻ, സന്തോഷ്, വെള്ളിമൺ ജോസ്, സുരേഷ് ഗോപി എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ചിറ്റുമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ KPCC അംഗം കല്ലട രമേശ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റുമല മണ്ഡലം പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. കല്ലട വിജയൻ, സൈമൺ വർഗീസ്, ലാലി KG, ബിജു ചിറ്റുമലം, ശ്രീജിത്ത് കൊടുവിള, A. സുനിൽ, കോശി അലക്സ്, സതീഷ് കുമാർ, സ്റ്റീഫൻ പുത്തേഴത്ത്, ജോൺസൺ കല്ലട, സിന്ധു പ്രസാദും, ജലജ, രതി വിജയൻ, ശരത് മോഹൻ, ക്യാപ്റ്റൻ വർഗീസ്, ജയചന്ദ്രൻ, ജിഷി S, ഷിബു അമ്പുവിള, രാജലക്ഷ്മി, വനജ, ബീന, സീതാമേരി, പ്രീത സുനിൽ, സന്ധ്യ എന്നിവർ പങ്കെടുത്തു. കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് ഏർപ്പെടുത്തിയ വർണ്ണം ഐക്കൺ 2021 അവാർഡ് പ്രിൻസ് കല്ലടയ്ക്ക് ലഭിച്ചു. നാട്ടുവട്ടത്തിന്റെ അഭിനന്ദനം. അടുത്തതായി ശ്രീ പ്രിൻസ് കല്ലടയെ ആദരിക്കുന്നു. സചിന്ത എന്ന സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെയും ചിന്താദീപം എന്ന ദ്വൈമാസികയുടെയും സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ഇപ്പോൾ കുണ്ടറ കാരുവേലിയിൽ സെന്റ് ജോൺസ് RHSSൽ അധ്യാപകനായി സേവനം ചെയ്യുന്നു. കാഞ്ചീരവ പ്രസാദ പുരസ്കാരം, മികച്ച അധ്യാപകരുടെ പുരസ്കാരം എന്നിവ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അദ്ദേഹത്തെയും ശ്രീ പ്രേംകുമാർ ആദരിക്കുന്നു. ചരിത്ര സെമിനാർ നടത്തി. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പെരിനാട് കല്ലുമാല സമരത്തെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. N. രതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബാബു K. പെന്മന, L. അനിൽ, SL സജികുമാർ, R. സുരേഷ് ബാബു, C. സന്തോഷ്, MV ആൽഫ്രഡ്, ദിവ്യ ജോകുമാർ, P. ജഗന്നാഥൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ T. ലക്ഷ്മണൻ എഴുതിയ പെരിനാട് വിപ്ലവവും സാമൂഹ്യമാറ്റവും എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനവും നടന്നു. ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചെറുമൂട് ഇടവട്ടം ഹരിതനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാർഹിക അപകടങ്ങളും ഗ്യാസ് സിലിണ്ടർ ഉപയോഗവുമായി ബന്ധപ്പെട്ട അപകടങ്ങളും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുണ്ടറ ഫയർ സ്റ്റേഷൻ ഓഫീസർ A. സക്കരിയ അഹമ്മദ് കുട്ടി ക്ലാസ്സിലെത്തി. നഗർ പ്രസിഡന്റ് B. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. P. സുരേഷ് കുമാർ, C. അജിത് കുമാർ, B. സന്തോഷ് കുമാർ, ഫയർ സർവീസ് ഉദ്യോഗസ്ഥൻ സുരേഷ് എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 14 ഹ്രസ്വ ചിത്രങ്ങൾ 6 മുതൽ ഗർഭപാത്രം വരെയുള്ള സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഞങ്ങളുടെ 15ാമത്തെ സിനിമ സ്വാഹ അതിൻ്റെ ആദ്യ പ്രദർശനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മിക്കവാറും എല്ലാ ജോലികളും പൂർത്തിയായിട്ടുണ്ട്. ഈ മാസം 28-ാം തീയതി, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച
വൈകുന്നേരം 4:30 നമ്മുടെ ഇളമ്പുള്ളിലുള്ള ഫാസ്റ്റ് ഹാളിലാണ് നമ്മൾ അതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും നടത്തുന്നത്. ബഹുമാനീയനായ PC വിഷ്ണുനാഥ് MLA അത് നിർവഹിക്കും. നിങ്ങളെ ഓരോരുത്തരെയും അവിടേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൃത്യമായി സമയത്ത് തന്നെ എത്തിച്ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇപ്പോൾ യൂട്യൂബിലുള്ള ഞങ്ങളുടെ സിനിമകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളവർ കാണാത്തവരും ഒന്ന് കാണുകയും യൂട്യൂബിൽ തന്നെ നിങ്ങൾ അതിനൊരു കമൻ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം യൂട്യൂബിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിങ്ങൾക്കറിയാമല്ലോ, കമ്പ്യൂട്ടറാണ്, യന്ത്രമാണ്. അതിന് നമ്മൾ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനകത്തുള്ള ലൈക്കുകളുടെയും ഷെയറുകളുടെയും കമൻറ്റുകളുടെയും എണ്ണം ഒക്കെ നോക്കിയിട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ഒരു സഹായം നിങ്ങളുടെ കയ്യിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനകത്തൊരു കമൻ്റ് ഇടുക. വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ നാളെ രാത്രി കാണാം. അതുവരെ നാട്ടോട്ടൻ ടീമിൻ്റെ സ്നേഹം, ആദരം.